ഹലോ, ഞങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ട് ഇത് ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ദേവുട്ടി നല്ല ഉറക്കാണ്. അവൾ രാത്രി നേരെ വൈകിയാണ് ഉറങ്ങുന്നത്. രാവിലെ അവർക്ക് തോന്നുമ്പോൾ എണീറ്റാൽ മതിയല്ലോ. എണീറ്റിട്ടുണ്ട് കേട്ടോ. ചേട്ടനുമായി നല്ല വർത്താനവും കളിയുമാണ് അവള്. ദേവുട്ടിയുടെ ഇന്നത്തെ ഫുഡ് പുട്ടും പഴവുമാണ്. അവൾക്ക് കഴിക്കാൻ നല്ല മടിയാണ്, എന്നാലും ഒരു വിധത്തിലൊക്കെ കഴിപ്പിക്കും. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ആൾക്കൊരു മുട്ട പുഴുങ്ങിയത് കൊടുത്തു. അവള് പപ്പ വരുന്നത് നോക്കി നിൽക്കുക. അമ്മ അവളെ ഒരുക്കാൻ കൊണ്ടുപോയി. ആ സമയത്തൊക്കെ ഞാൻ പോയി കുളിച്ച് റെഡിയാവുക. അപ്പോഴേക്കും ഏട്ടനെത്തി. പിന്നെ പപ്പയും മോളും കൂടെ പറയണ്ടല്ലോ, നല്ല വിശേഷം പറച്ചില്ല. അങ്ങനെ ഞാനും ദേവും റെഡിയായി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിറങ്ങുക. ദേവുട്ടി ഉറങ്ങാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. വണ്ടി എടുത്തപ്പോൾ ആൾ ആക്റ്റീവായി. പിന്നെ കളിയും ചിരിയും ഒക്കെ ആയി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. 2 ദിവസമായി ദേവുവിനെ എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും വാതിക്കല് ദേവുവിനെ നോക്കി നിൽക്കുക. അപ്പോൾ ഏട്ടൻ പോയി ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങളത് കറി വെക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കഴുകാട്ടോ. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർക്കുവാണേ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുവാണ്. ആ നേരം കൊണ്ട് നമ്മൾ കറിക്ക് ആവശ്യമുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള എല്ലാം നമ്മൾ ഒരുക്കി വെക്കുവാണ് കേട്ടോ. ചിക്കൻ വറുക്കാനായിട്ട് ചട്ടി വെച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ച് ചിക്കൻ വറുക്കുക കേട്ടോ. ഇനി നമ്മൾ കറി വയ്ക്കാനായിട്ട് മറ്റൊരു ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർക്കാം. ഉപ്പ് ഞാൻ സവാള വഴറ്റാനായിട്ട് ഇട്ടപ്പോൾ തന്നെ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടത്തിൽ. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഗ്രേവി നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മല്ലിയില ഇല്ലായിരുന്നു ഇടാനായിട്ട്. അപ്പോൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത്. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ ഓക്കെ, ടാറ്റാ.